ഇടത് കയറി ഗജ വടുവിലമർന്നു സിംഹത്തഞ്ചം പിടിച്ച് തിരിഞ്ഞ് സിംഹത്തഞ്ചം പിടിച്ച് കയറി സിംഹത്തഞ്ചം പിടിച്ച് തിരിഞ്ഞമർന്നു വലതിൽ പന്തിയിട്ടിരുന്നു മുട്ടു തൊട്ട് മൊയ്പു തൊട്ട് കൈ നേരെ കുപ്പിത്തൊഴുത് തൊട്ട് വന്നിച്ച് പതിഞ്ഞമർന്നു നിവർന്ന് അമർന്നു. ഇനിയൊരു മത്സരം പയറ്റാണ്. നീലകണ്ഠൻ രാമന് ക്ഷത്രിയ രക്തത്തെ അടിച്ചിടാൻ മാത്രം വളർന്നു നീ രാമയ്യൻ. തോറ്റാൽ തോൽവി സമ്മതിച്ച് തെറ്റുതിരുത്തി മുന്നേറുന്നവനാണ് യഥാർത്ഥ വിദ്യാർത്ഥി, അല്ലാതെ സമർത്ഥരെ കുറ്റം പറയുന്നവനല്ല. അച്ഛനെയും കൂട്ടി വരുമായിരിക്കും. അംഗത്തിൽ തോറ്റതിന് ആശാനെ ശകാരിക്കാൻ ഇപ്പോ അതാണല്ലോ പതിവ്. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ശിശുവിൽ ആർക്കും കൊടുക്കാതെ ബാക്കി വെച്ച പല അടവുകളും ഞാൻ നിന്നെ പഠിപ്പിച്ചു. ക്ഷത്രിയ രക്തമല്ലേ, രാജകുടുംബമല്ലേ, എന്നിട്ടും നീ തോറ്റു. രാമയ്യ വേണ്ട, ഒരു സഹായവും ഈ രാമയ്യന് വേണ്ട. കാണും എങ്കിലും വെച്ചു എന്റെ കയ്യിൽ നിനക്കുള്ള ആശംസയായിരിക്കില്ല, എന്റെ മരണവിധിയായിരിക്കും. എനിക്ക് ക്ഷത്രിയനേക്കാൾ പ്രിയങ്കരനല്ല ഒരു പിള്ളയും. ക്ഷത്രിയരല്ലാത്തവരെ ഞാൻ അടവുകൾ പഠിപ്പിക്കാറുമില്ല. പക്ഷെ പിള്ളേ, തന്നെ ഒരു വലിയ നിയോഗം കാത്തിരിക്കുന്നതായി എന്റെ മനസ്സ് പറയും. നീ ഒരു ധീര പടയാളിയാണ്. ലോകം മുഴുവൻ കീഴടക്കാനിരിക്കുന്ന ഒരു മഹാരാജാവിന്റെ ധീര പടയാളി. പെരുമയുള്ളവനാണ്. തോൽക്കും. ജയിക്കാൻ ജനിച്ചവനെ തിരിച്ചറിയാൻ പ്രയാസമില്ല. നന്നായി